ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ്. സൈഡ് ഡിഷ് ആയിട്ടും സ്റ്റാർട്ടർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി നമുക്ക് ഇതിന് ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ബീഫിലേക്കൊക്കെ നന്നായിട്ട് മസാല ഒന്ന് പിടിച്ചു വിട്ടിട്ടെ. അപ്പൊ ഏകദേശം ഇതൊരു അരമണിക്കൂർ നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ ബീഫ് ഒരു 3/4 മണിക്കൂറോളം മസാല തട്ടിയിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീഫിന് അത്യാവശ്യം വെള്ളം ഉണ്ടാവും, എന്നാലും മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നല്ല വേവുള്ള ബീഫ് ആണെങ്കിൽ മാത്രം നമുക്ക് കുക്കറിൽ വേവിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ തുറന്നു വെച്ചിട്ട് വേവിച്ച് അതിന്റെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. എന്തായാലും ബീഫ് ഒരുപാട് വെന്ത് പോകരുത്, 3/4 വേവ് ആയാൽ മതി. 5 വിസിൽ വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ബീഫിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും. പിന്നെ നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ വെള്ളം കംപ്ലീറ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിന്റെ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പൊ എനിക്കിതെല്ലാം പാകമാണ്. അപ്പൊ ഇതിലേക്ക് വേറെ മസാലപ്പൊടി ഉപ്പിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം നല്ല കറക്റ്റ് പാകമാണ്. ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. വെള്ളം വറ്റി മസാല എല്ലാം നന്നായിട്ടൊന്ന് ബീഫിൽ പൊതിഞ്ഞു വരട്ടെ. ഇപ്പൊ ബീഫിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് മസാലയൊക്കെ നന്നായി ബീഫിൽ പൊതിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി ചൂടാക്കി എടുക്കുക. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. വേറെ ഓയിലിൽ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ചെയ്യുന്നതിന് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 30 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട്. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് നമുക്ക് സവാളയും എടുക്കാം. പക്ഷെ സവാളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഈ ചെറിയ ഉള്ളിക്ക് തന്നെയാണ്. അപ്പൊ ഇളക്കി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉള്ളി ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഉള്ളി കരിഞ്ഞു പോകരുത്. എല്ലാ സൈഡിൽ നിന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അതായത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ ബീഫിലിട്ട് മിക്സ് ചെയ്യുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ബീഫിന്റെ കൂടെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഉള്ളി ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ട് എണ്ണ തോർന്നതിന് ശേഷം പരന്ന പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസവും ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. കറിക്ക് നല്ലൊരു മണമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ കറിക്ക്. ഉള്ളി വറുത്തെടുത്ത് ഈ എണ്ണയിലേക്ക് തന്നെ ബീഫ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. 1/2 കിലോ ബീഫ് ആയതുകൊണ്ട് എനിക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ കൂടുതൽ ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പ്രാവശ്യമായിട്ടൊക്കെ ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇളക്കിയിടുന്ന സമയത്ത് ആ മസാലയൊക്കെ സൈഡിൽ പിടിച്ചതും കൂടെ എണ്ണയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. എണ്ണയിൽ നിന്ന് ബീഫ് കോരുമ്പോൾ നമ്മൾ ആ മസാലയോട് കൂടി തന്നെ കോരി എടുക്കണം. ആ പൊരിയൊക്കെ അതേപോലെ തന്നെ കോരി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മളൊരു 80% ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള വേവ് ഈ ഫ്രൈ കിടന്നിട്ടാണ്. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബീഫ് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. 3/4 ഭാഗത്തോളം വേവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ പച്ചമുളകിന്റെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാകുമ്പോൾ നമ്മളത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ എല്ലാ എരിവും കൂടെ നോക്കിയിട്ട് പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും പാകം മതിയാവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇനി കുറച്ച് ഓയിൽ ഇതിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും വലിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ്, അതുകൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ തൊണ്ടോട് കൂടി ചതച്ചെടുത്ത വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 6-7 എണ്ണം ഉണ്ട്, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് എത്രത്തോളം ഉള്ളി വേണോ അതനുസരിച്ച് ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഉള്ളി ചേർക്കണം എന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഉള്ളി ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ഒരു പാത്രത്തിൽ അടച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ കറി ഉണ്ടാക്കിയാലും ബീഫ് കറി ആയാലും അതിലേക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ചിക്കൻ കറിക്കൊക്കെ ആണെങ്കിലും ഈ ഉള്ളി കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. കറിയുടെ ലാസ്റ്റ് സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കാവുള്ളൂ. നല്ല കുരുമുളകിന്റെ നല്ല മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പൊ മുഴുവനുള്ള കുരുമുളകാണെങ്കിലും അത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പൊടി തന്നെ ചേർക്കണം എന്നില്ല. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ ഇത് തണുത്തതിന് ശേഷമാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്, ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ അതുകൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.